ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചത് ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാവുന്നേ, ഒരു ലഞ്ചിൻ്റെയും അതുപോലെ ഡിന്നറും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെച്ചാൽ നിങ്ങളെയും കൂടെ കൂട്ടാവുന്നു. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ഒരു ഗ്രീൻ കളർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചു. നമ്മുടെ സാധാ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന ബിരിയാണി പോലെ ദമ്മിട്ട് അങ്ങനെയല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ കളർ ചിക്കൻ ബിരിയാണി, ഒരു സ്പെഷ്യൽ ചമ്മന്തി, അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക്. പിന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഡിന്നറിന് നമുക്ക് ഈ ചിക്കന് നമ്മുടെ കുക്കിംഗ് റേഞ്ചിനകത്ത് വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട്, നമ്മൾ പുറത്ത് പോയി ഗ്രില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കുക്കിംഗ് റേഞ്ചിനകത്ത് വെച്ചിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്യാറുണ്ട്, ചിക്കൻ അധികം ഗ്രില്ല് ചെയ്യാറില്ല. ഞാൻ വെച്ചാൽ അതിനകത്തിൽ വെച്ചിട്ട് ചിക്കനും കൂടെ ഗ്രില്ല് ചെയ്യാം. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൂടെ വെജീസ് ഗ്രില്ല് ചെയ്യാം. പിന്നെ എന്തെങ്കിലും എനിക്കിവിടെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളി. ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു പിടിയോളം മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് അതിനകത്തിലേക്ക് നെയ്യാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ രണ്ടും മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതൊക്കെ ഉണ്ടല്ലോ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ബേ ലീവ്സ് ഉണ്ട്, ബേ ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് കറക്കണ്ട. എന്നിട്ട് അതിനകത്തിലേക്ക് 2 സവാളയും കൂടെ അരിഞ്ഞിട്ടത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല സ്ലൈസായിട്ട് അരിഞ്ഞതാട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത് 3 കൂടെ ഒരുമിച്ച് ചതച്ചതാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരുപാട് അരയണ്ട, ചതഞ്ഞ് കിടന്നാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ലപോലെ അടച്ചു വെച്ചൊന്ന് വേവിക്കുകയൊക്കെ ചെയ്യുക. അത്യാവശ്യം നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിനകത്തിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി അടച്ചു വെച്ച് അതും ഒന്ന് വേവിച്ച് നല്ലതായിട്ട് വെന്ത് ഉടയണം കേട്ടോ. എത്രത്തോളം വെന്ത് ഉടയാവോ അത്രത്തോളം വെന്ത് ഉടയണം, എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അതിനുവേണ്ടി ഞാൻ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് തക്കാളി നല്ല പേസ്റ്റ് പോലെ വേവുന്ന രീതിയിൽ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇച്ചിരി പഴുത്ത തക്കാളി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. എൻ്റെ ഇച്ചിരി പച്ചത്തക്കാളിയായിരുന്നു. ഇനി നമ്മുടെ ബിരിയാണിക്ക് ഗ്രീൻ കളർ കൊടുക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ ബാക്കി പച്ചമുളക്, അതവിടെ ഇരുന്ന പച്ചമുളകിൽ 2 ചതച്ചതും ബാക്കി 2 അരച്ചും കൂടെ ചേർത്താൽ കേട്ടോ. എന്നിട്ട് ആ മിക്സ് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അരച്ച്, എന്നിട്ട് ആ മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് ഈ മിക്സിൻ്റെ കളർ നല്ല രീതിയിൽ ഒന്ന് മാറിക്കിട്ടണം. എന്നിട്ട് അതിനകത്തിലേക്ക് ഒരു മാഗി ക്യൂബും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് ഓപ്ഷനിലാണ്, പക്ഷെ അതുണ്ടെങ്കിൽ ഒരു വേറെ ഫ്ലേവർ ആയിരിക്കും. അതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അതുകൂടെ മിക്സ് ചെയ്ത് ഈ മസാലയുടെ നല്ല പച്ച മണം മാറി കിട്ടണം, അല്ലെങ്കിൽ ഈ പുതിനയിലയൊക്കെ വല്ലാതെ കുത്തും. അപ്പോൾ നന്നായിട്ട് പച്ച മണം മാറി കഴിയുമ്പോൾ അതിനകത്തിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ ഏകദേശം ഒരു വലിയ 1.5 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അതിനകത്തിലേക്ക് ചെറിയ ജീരകം, പെരിഞ്ജീരകം, പിന്നെ കുരുമുളക് പൊടി ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല അതിൻ്റെ ഈ ഒരിട്ട മസാലയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഇളക്കിയെടുക്കുക. നമുക്ക് ഇതിനകത്തിലേക്ക് മുളക് പൊടിയുടെ ആവശ്യമില്ല, അതിനുവേണ്ടി നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് പിന്നെ കുരുമുളകും കൂടി ഇടുമ്പം എരിവൊക്കെ ആവശ്യത്തിനേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് നമുക്ക് തൈര്, നല്ല പുളിയില്ലാത്ത കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ചിക്കന് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഷേപ്പിലാണ് കേട്ടോ. നിങ്ങൾ അല്ലാതെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി വലുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 80% ഓളം കുക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. ചിക്കൻ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ്, ഒന്നെങ്കിൽ ബിരിയാണി റൈസോ അല്ലെങ്കിൽ ജീരകശാല, ഞങ്ങൾ ഇവിടെ ജീരകശാലയായിട്ടോ എടുത്തത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1 കപ്പ് അരിയാട്ടോ ആഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം ആഡ് ചെയ്യണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, സെയിം കപ്പിൽ തന്നെ വെള്ളം അളന്ന് ആഡ് ചെയ്യാം. ഞാൻ ചില സമയത്ത് ഒരു 1.25 കപ്പ് ഫുൾ 2 കപ്പ് ഇടത്തില്ല തികച്ച്. ചില സമയത്ത് അരി ഒരുപാട് വെന്ത് കുഴഞ്ഞു. ഇത് ഇച്ചിരി വെന്ത് കുഴഞ്ഞ ടൈപ്പിലെ റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ.
ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. ഈ സമയത്ത് നമുക്ക് വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രില്ലിനുള്ള ചിക്കൻ്റെ മസാല റെഡിയാക്കാം. അതിനകത്തിലേക്ക് ഞാൻ ഇവിടെ പച്ചമുളക്, മല്ലിയില, കുഞ്ഞുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ ഇതിനകത്തിലേക്ക് ചിക്കൻ മസാല, ഗരം മസാലയാട്ടോ ആഡ് ചെയ്തു, ലേശം മല്ലിപ്പൊടി ആഡ് ചെയ്തു, ഇത്രയും ചിക്കൻ മസാല ആഡ് ചെയ്തു. പിന്നെ അതിനകത്തിലേക്ക് ലേശം സുർക്ക എന്ന് വെച്ചാൽ വിനാഗിരി ആഡ് ചെയ്തു, ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആ സമയത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം ഒന്ന് വെന്തിട്ടുണ്ട്. ഇച്ചൂടെ വെള്ളം വറ്റാനൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു. ഇത് കുഴഞ്ഞ ടൈപ്പാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നല്ല രീതിയിൽ കുഴഞ്ഞിരിക്കും, അല്ലാതെ അരിയൊക്കെ വിട്ടല്ല ഇരിക്കുന്നത്. അപ്പം ഇന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് പിന്നെയും നമുക്കൊന്ന് അല്ലെങ്കിൽ തുറന്ന് വെച്ചാലും ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വലിഞ്ഞ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കന് ഞാൻ ഉച്ചയ്ക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ലെഗ് പീസൊക്കെ ഇതിനെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മസാല നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ മസാല നമ്മൾ ചെയ്ത് വെക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഫ്രിഡ്ജിന് താഴത്തെ തട്ടി തന്നെ വെച്ചാൽ മതി, പക്ഷെ അന്നൊന്ന് മസാല ആഡ് ചെയ്യുന്നതായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഒരു ഒരു തൈരിൻ്റെ ഒരു സാലഡും കൂടെ ഉണ്ടാക്കണം. പിന്നെ എസൻസ് വേണേൽ പൈനാപ്പിൾ എസൻസോ ബിരിയാണി എസൻസോ എന്തെങ്കിലും വേണേൽ ആഡ് ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി ചെറിയൊരു കഷ്ണം സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി എടുത്താൽ മതി. പിന്നെ തേങ്ങ, പച്ചമുളക്, മല്ലിയില, അതുപോലെ തന്നെ ഇതിനകത്തിലേക്ക് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത് ഞാൻ ബദാമാണ് തൊലി കളഞ്ഞ് ആഡ് ചെയ്തത്. നിങ്ങൾ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ലേശം മാങ്ങ ഉണക്കി പൊടിച്ചതും ലേശം പുളി ആഡ് ചെയ്തു. പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ലേശം പഞ്ചസാര മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സവാള ഉപ്പും കൂടെ തിരുമ്മി ഇതിനകത്തിലേക്ക് തൈരൊഴിച്ച് സാലഡും കൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ഇത്രയായിരുന്നു നമ്മൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. ഞാൻ ഈ സാലഡിൽ അധികം വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. ആ ഒരു തൈരിൻ്റെ വെള്ളത്തിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കുമ്പോൾ എനിക്ക് തൈര് സാലഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി, ചമ്മന്തി, അതുപോലെ തന്നെ പിന്നെ ചമ്മന്തിയിൽ ഞാൻ ഉണങ്ങിയ മാങ്ങ പൊടിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ പുളിയും മധുരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പഞ്ചസാരയും വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഈ ചമ്മന്തിയിൽ നമ്മൾ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ആ രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബദാം ആഡ് ചെയ്തത് കേട്ടോ. കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ ഏതെങ്കിലും ആഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഡിന്നറിനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി മസാലയൊക്കെ പെട്ടി വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ മസാലയൊക്കെ താഴെ വീഴുമല്ലോ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത്. നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ അകത്തെല്ലാം വീണ് വൃത്തിയിടാം. അതുകൊണ്ട് ഏറ്റവും താഴെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഗ്രില്ല് വെച്ചിട്ട് അതിലേക്കാട്ടോ നിരത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജീസും എടുക്കുന്നുണ്ട്. ഞാനപ്പം ഇപ്പോൾ എടുത്തേക്കുന്ന പൊട്ടറ്റോയും അതുപോലെ തന്നെ കോളിഫ്ലവറുമാണ്. അപ്പോൾ അത് രണ്ടും ഈ ചിക്കൻ്റെ അതേ മസാലയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഓവർ മസാല ആക്കുന്നില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങനെ ഇതിൽ പുരട്ടി വെച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ആ ഒരു ട്രെയിലേക്ക് താഴെ ഒരു അലൂമിനിയം ഫോയിൽ ഇട്ടിട്ട് ഈ വെജീസൊക്കെ താഴെയാട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഗ്രില്ലിൽ വെക്കാൻ പറ്റില്ല, താഴെ വീഴുമല്ലോ, അതുകൊണ്ട് താഴെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തായാലും ചിക്കൻ വേവുന്നതിന് മുന്നായിട്ട് തന്നെ ഈ വെജീസൊക്കെ റെഡിയാവും. അപ്പോൾ നമ്മൾ വെജീസ് പിന്നെ മാറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ട്രെയിലിൻ്റെ മണ്ടക്കേക്ക് ഗ്രില്ലും വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളതാട്ടോ നമ്മുടെ കുക്കിംഗ് റേഞ്ച്. ഒരു 20 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിലത്തെ ഗ്രില്ലാട്ടോ ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. താഴത്തെ ഗ്രില്ലല്ല, മുകളിലത്തെ ഗ്രില്ല. എന്നാലേ ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് നേരം താഴത്തേത് ഓൺ ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് മുകളിലത്തെ ഗ്രില്ല്. ഞങ്ങളുടെ ഇവിടുത്തെ ഒരേ ടൈമിൽ 2 ഗ്രില്ലും ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു. അതിന് മുമ്പേ വെജീസൊക്കെ വെന്തതുകൊണ്ട് അത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എഗ്ഗിൻ്റെ ഒരു ഓംലെറ്റ് കൂടെ ഉണ്ടാക്കി എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുബൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ കുറച്ച് ബിരിയാണി ഞാൻ എടുത്തു, പിന്നെ എഗ്ഗ് എടുത്തു, പിന്നെ വെജീസ്, ചിക്കൻ, പിന്നെ റൈത്ത.
പിന്നെ മയോണൈസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഡിന്നറും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബായ്.